ഹലോ മക്കേഴ്സ്, വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. അപ്പൊ മക്കളെ, മിസ് ചെയ്ത് വന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ എന്റെ മക്കൾക്ക് പറഞ്ഞുതരാനാണ്. കാരണം പരീക്ഷയും കാര്യങ്ങളും വരാൻ പോകാനല്ലോ, അടിപൊളിയായിട്ട് പഠിക്കാനല്ലേ. സോ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോ. ഈസ് വാട്ടർ ട്രാൻസ്പെറന്റ്? ക്യാൻ ഇറ്റ് മെയ്ഡ് ഒപ്പാക്? വാട്ടർ എന്ന് പറഞ്ഞത് ട്രാൻസ്പെറന്റ് ആണോ? അതിനെ ഒപ്പാക്ക് ആക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താ മക്കളെ അപ്പൊ ട്രാൻസ്പെറന്റ്, ട്രാൻസ്ലൂസന്റ്, ഒപ്പാക്ക് എന്ന് പറഞ്ഞാലല്ലേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. എന്താ ട്രാൻസ്പെറന്റ്? ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞ സമയത്ത് ലൈറ്റിനെ ഫുള്ള് കടത്തിവിടുന്ന ആളുകളെയാണ് ഞാൻ എന്ത് പറയാ, ട്രാൻസ്പെറന്റ് പറയാ. അല്ലോ ഓൾമോസ്റ്റ് ലൈറ്റ് ട്രാവൽ ത്രൂ ചെയ്യുകയാണെങ്കിൽ അതാണ് ട്രാൻസ്പെറന്റ്. ഇപ്പൊ രാവിലെ നിങ്ങൾ എണീക്കുമ്പോഴേ സൺലൈറ്റ് ഇങ്ങനെ ഈ ജനലിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വന്ന് മുഖത്തടിക്കുമ്പോഴേ നിങ്ങൾ എണീക്കുക, ഓ രാവിലെയായി പറയാ. അതെന്തുകൊണ്ടാ വന്നേ? ആ ഗ്ലാസിനകത്ത് കൂടെ സൺലൈറ്റ് വന്നതുകൊണ്ടല്ലേ, അപ്പൊ ലൈറ്റിനെ കടത്തിവിട്ടോണ്ടല്ലേ. സോ അതുപോലെയുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുക ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റുകൾ എന്ന് പറയും. ഈ ട്രാൻസ്ലൂസന്റ് പറഞ്ഞാൽ ഇച്ചിരി കടത്തിവിടും എന്ന് ഇച്ചിരി കടത്തിവിടില്ല. അലോ സം ലൈറ്റ് ടു പാസ് ത്രൂസ്, കുറച്ച് എന്നാൽ കുറച്ചില്ലേ ഇനി അങ്ങനെ. ഇപ്പൊ എക്സാമ്പിൾ തന്നെ ബട്ടർ പേപ്പർ പോലെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ പകുതി കടത്തിവിടും എന്നാ പകുതി കടത്തിവിടില്ല. അതിനെയാണ് നമ്മൾ ട്രാൻസ്ലൂസന്റ് എന്ന് പറയാം. ഒപ്പാക്ക് എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ലടാ. ഇപ്പൊ എന്റെ ബോഡിയിലോട്ട് ലൈറ്റ് അടിച്ചു കഴിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ലൈറ്റിന് അപ്പുറത്തേക്ക് കടത്തിവിടുന്നുണ്ടോ? ഇല്ല. എന്റെ ബോഡി എന്താ, ഒപ്പാക്കാണ്. അപ്പൊ നിങ്ങളുടെ ബാഗിലോട്ട് ലൈറ്റ് അടിക്കാൻ വിചാരിച്ചോ? ബാഗിന് അപ്പുറത്തേക്ക് പോകുന്നുണ്ടോ? ഇല്ല, അവിടെ സ്റ്റക്കായില്ലേ. അങ്ങനെയുള്ളതാണ്. ബ്ലോക്കിംഗ് ഓൾ ദ ലൈറ്റ് പാസസ് ത്രൂ ആണെങ്കിൽ അതിനാണ് ഒപ്പാക്ക് എന്ന് പറയാം. കണ്ടോ, ഗുഡ് പോലെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് അതിക്ക് ലൈറ്റ് അടിച്ചിട്ട് ഒരു കാര്യമില്ല അല്ലേ. അപ്പൊ ലൈറ്റ് കടത്തിവിടുന്നവരുണ്ട്, കടത്തിവിടാത്തവരുണ്ട്. തീരെ കുറച്ച് കടത്തിവിടും, കുറച്ച് കടത്തിവിടാത്ത ടൈപ്പുകളും ഉണ്ട്. അതാണ് ട്രാൻസ്പെറന്റ്, ട്രാൻസ്ലൂസന്റ്, ഒപ്പാക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇതാ ഓൾ ലൈറ്റിനെ പാസ് ചെയ്യുന്നത് ഒപ്പാക്ക്, ആൻഡ് കുറച്ച് കടത്തിവിടുന്നത് ട്രാൻസ്ലൂസന്റ്. നന്നായിട്ട് തീരെ കടത്തിവിടാത്ത ആളുകളെ നോ ലൈറ്റ് പാസസ് ത്രൂ ചെയ്യുന്നതിനെ ഒപ്പാക്ക് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മളോട് ചോദിച്ചത് എന്താ, വാട്ടറിന്റെ കേസിലായിരുന്നു അല്ലേ. സോ പ്യുവർ വാട്ടർ എന്ന് പറയുന്നത് ട്രാൻസ്പെറന്റ് ആണ്. ഇറ്റ് ക്യാൻ മെയ്ഡ് ഒപ്പാക്ക് ബൈ ആഡിങ് സം അതർ മെറ്റീരിയൽ ടു ഇറ്റ്. അതിനകത്തോട്ട് വേറെ എന്തെങ്കിലുമൊക്കെ സാധനം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒപ്പാക്കൊക്കെ മാറ്റാൻ പറ്റും. പക്ഷെ ശുദ്ധമായിട്ടുള്ള പ്യുവർ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്, ട്രാൻസ്പെറന്റ് ആണ്. ആൻഡ് ഫോർ എക്സാമ്പിൾ മഡി വാട്ടർ, മണ്ണ് കലർന്ന വെള്ളത്തിലോട്ട് നമ്മളിങ്ങനെ അടിച്ചു നോക്കിയിട്ട് വല്ല കാര്യം ഉണ്ടോടാ? ഒരു കാര്യമില്ല അല്ലേ. അങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ എന്താണ്, ഒപ്പാക്കായി. അപ്പൊ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ പറ്റും, ഒപ്പാക്കാക്കി മാറ്റാൻ പറ്റും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, after washing the utensils, water remains on the surface of utensils. After some time it dries. Where does the water disappear? എപ്പോഴും നമ്മുടെ പരിപാടി നമ്മൾ വാഷൊക്കെ ചെയ്ത് സെറ്റാക്കി അവിടെ വെക്കുമ്പോഴേ അപ്പൊ കുറേ വെള്ളങ്ങൾ അതും ഇതൊക്കെ ഉണ്ടാവും അല്ലേ. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിയാൽ തന്നെ ആ വെള്ളങ്ങൾ അവിടെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അത് എങ്ങ് പോയടാ, ആരും വന്ന് പിന്നെ തുടച്ചൊന്നുമില്ലല്ലോ. അപ്പൊ ശരിക്കും പോയത് എന്താണ്, അവിടെ നടക്കുന്ന പരിപാടിക്ക് പറയുന്നത് ഇവാപ്പറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. കണ്ടോ, ഇവിടെ ഫുൾ വാഷിംഗ് ആണല്ലേ, വാഷൊക്കെ ചെയ്ത് സെറ്റാക്കി റെഡിയാക്കി വെച്ചേക്കാം. അപ്പൊ എന്താ, അതിനകത്ത് പിന്നെയും കുറെ വെള്ളമുണ്ട്. പക്ഷെ അത് രാവിലെ ആകുമ്പോൾ കാണില്ല, ഡ്രൈ ആയിട്ട് കിട്ടും നമുക്ക്. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ പറയാൻ പറ്റും, അവിടെ നടക്കുന്നത് ഇവാപ്പറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. അപ്പൊ എന്താ ഇവാപ്പറേഷൻ? ഈ വാട്ടർ പോലെയുള്ള ലിക്വിഡ് പോലെയുള്ള സാധനങ്ങൾ എന്തായിട്ട് മാറാ, ഗ്യാസ് ആയിട്ട് ഇവാപ്പറേറ്റ് ചെയ്ത് വേപ്പർ ആയിട്ടൊക്കെ പോകുകയാണെങ്കിൽ അങ്ങനെയാണ് ഇവാപ്പറേഷൻ നടക്കുന്നത്. സോ വാട്ടർ ഫ്രം ദ സർഫസ് യൂട്ടൻസിൽസ് ഇവാപ്പറേറ്റ് വിത്ത് ടൈം. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാൽ അത് ഇവാപ്പറേറ്റ് ചെയ്ത് മുകളിലോട്ട് പോകുന്നതുകൊണ്ടാണ് അവിടെ നടക്കുന്നത് വെള്ളം കാണാൻ പറ്റാത്തത്. സെറ്റ് അല്ലടാ. അടുത്ത നോക്കാം. Would it be a good idea to use paper like material for making cooking utensils? എന്നാ ഗംഭീരാവും അല്ലേ. പാത്രങ്ങളില്ലേ, നമ്മൾ കുക്കിംഗ് യൂട്ടൻസിൽസ് ഇല്ലേ, അത് പേപ്പർ ഉപയോഗിച്ചാൽ നന്നാവോ എന്നാണ് ഒരു കുട്ടിയുടെ സംശയം. പറ്റോടാ? പേപ്പർ എടുത്ത് കത്തിച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾ ഫുഡ് ഉണ്ടാക്കി ഇങ്ങൾക്ക് തരാൻ പറ്റുമോ? എനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റുമോ? എവിടുന്ന്? നമുക്കറിയാം പേപ്പർ എന്ന് പറഞ്ഞാൽ ബേൺ ആയി കത്തിപ്പോകുന്ന ഒരു സാധനം അല്ലേ. അപ്പൊ നമുക്ക് പാത്രങ്ങൾ തന്നെ വേണം. എന്ന് വെച്ചാൽ പാത്രങ്ങൾ തന്നെ മെറ്റലിന്റെ പാത്രങ്ങളാണ് എന്തിനു വേണ്ടത്, കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. എന്തുകൊണ്ടാ മെറ്റലിന്റെ പാത്രം തന്നെ എടുത്തേ ചോദിച്ചാലും കാരണമുണ്ട്. അത് നന്നായിട്ട് ഹീറ്റ് കണ്ടക്ട് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് നമ്മുടെ മെറ്റൽസ് എന്ന് പറയുന്നത് അല്ലേ. അവർക്ക് നന്നായിട്ട് ഹീറ്റ് പൊക്കോ പറഞ്ഞ് പറഞ്ഞു വിടാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു സാധനം ഉണ്ടാക്കുമ്പോൾ, ദോശ ഉണ്ടാക്കുമ്പോൾ, കണ്ട അവിടെ ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഓംലേറ്റ് ചൂടായി കിട്ടാനുള്ള റീസൺ എന്താ, അവിടെ ഹീറ്റ് പോകുന്നതുകൊണ്ടാണ്. സോ പേപ്പർ എന്ന് പറയുന്നത് നോട്ട് സ്യൂട്ടബിൾ ഫോർ കുക്കിംഗ് യൂട്ടൻസിൽസ്. സച്ച് മെറ്റീരിയൽ കാനോട്ട് വിസ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ ഓഫ് ദ ഫ്ലെയിം അല്ലേ. അത് ബേൺ ചെയ്യും, അത് കത്തിപ്പോവാണ് ചെയ്യുക. ദ ലിക്വിഡ് കണ്ടന്റ് ഓഫ് ദ ഫുഡ് വിൽ ഓൾസോ സോക്ക് ദ പേപ്പർ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും മൊത്തത്തിൽ കത്തിപ്പോവുള്ളൂ, അല്ലാണ്ട് നമുക്ക് കുക്ക് ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാനുള്ള നടപടി ആവത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മെറ്റൽസുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത്.
ആർ ഓൾ ലസ്ട്രസ് മെറ്റീരിയൽസ് മെറ്റൽസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. മെറ്റൽസ് എന്ന് പറഞ്ഞാൽ പൊതുവെ തിളങ്ങുന്ന ഷൈനിങ് അപ്പിയറൻസ് ഒക്കെ കാണിക്കുന്ന ആളുകളല്ലേ. ഇപ്പം നമ്മുടെ ഗോൾഡ് ആണെങ്കിലും സിൽവർ ആണെങ്കിലും ഒക്കെ എന്താ നല്ല ഷൈനിങ് അപ്പിയറൻസ് കാണിക്കും, ലെസ്റ്റർ പ്രോപ്പർട്ടി കാണിക്കും. പക്ഷേ എല്ലാ ലെസ്റ്റർ പ്രോപ്പർട്ടി കാണിക്കുന്ന ആളുകളും മെറ്റൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തിളങ്ങുന്ന എല്ലാം മെറ്റൽസ് ആണോ ചോദിച്ചാൽ നമുക്ക് എന്താ പറയാൻ പറ്റും? ഓൾ ലസ്ട്രസ് മെറ്റീരിയൽസ് മേ നോട്ട് ബി മെറ്റൽ. അത് നമുക്ക് ഉറപ്പിച്ചറിയാൻ പറ്റില്ല. എല്ലാ തിളങ്ങുന്ന സാധനങ്ങൾ അങ്ങനെയാണ് നമുക്ക് ഉറപ്പിച്ചറിയാൻ പറ്റില്ല അല്ലേ. സം മെറ്റീരിയൽ ക്യാൻ ബി മെയ്ഡ് ലസ്ട്രസ് ബൈ പോളിഷിംഗ് ഓർ കോട്ടിംഗ് വിത്ത് ദം എ തിൻ ലെയർ ഓഫ് പ്ലാസ്റ്റിക് ബാഗ്സ് ഓർ സം അതർ മെറ്റീരിയൽസ് വിച്ച് മേക്ക് ദം ലുക്ക് ഷൈനിങ്. അപ്പൊ ചിലപ്പോൾ വല്ല വേറെ സാധനം കൊണ്ടൊക്കെ ഉണ്ടാക്കിയത് കുറച്ച് ഷൈനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി കുറച്ച് എന്തെങ്കിലും പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തത് ഉണ്ടാവും. അപ്പൊ ഫുള്ള് ഷൈനിങ്ങോട് കൂടി നിൽക്കുന്നവന്മാർ ഫുള്ള് മെറ്റൽ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ മെറ്റൽ ആണെന്ന് പറയാൻ പറ്റില്ല. അതേ സമയത്ത് നമുക്ക് പല അല്ലാത്ത സാധനങ്ങളും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാം, പക്ഷെ അത് മെറ്റൽ ആവണമെന്നില്ല. അപ്പൊ നമുക്ക് എല്ലാം അങ്ങനെയാണെന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ചാനലിന്റെ മക്കൾ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ക്ലാസ്സുകൾ കാണണം. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്. ഇതൊക്കെ എൻ്റെ മക്കൾ കാണണം കേട്ടോ. കാരണം എക്സാം വരാൻ പോലെ മിടുക്കരാഴ്ച പഠിക്കണം, ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യണം. സോ നെക്സ്റ്റ് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇനിയും മിസ് വരാം. അപ്പൊ അതുവരേക്കും ബൈ ബൈ. സീരിയസ് ബൈ.